നമസ്കാരം. മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങുന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമായിരിക്കും. സിനിമയിൽ ഗ്യാങ്സ്റ്ററായി എത്തുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയാണ്. മറ്റു രണ്ട് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ഒന്ന് ആസിഫ് അലി, മറ്റൊന്ന് നസ്ലിനാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് ഖാലിദ് റഹ്മാനാണ്. മൊത്തത്തിൽ ഈ സിനിമ നോക്കുമ്പോൾ ഒരു കാക്കാമയം. ഇത് കണ്ടപ്പോഴത്തേക്ക് ചില സംഖ്യവാണങ്ങൾക്കും ചില കൃസംഖ്യവാണങ്ങൾക്കും കുരുപൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലേ തന്നെ സിനിമ നിയന്ത്രിക്കുന്നത് കാക്കാമാരാണെന്നാണ് പൊതുവെ ഒരു പറച്ചിൽ. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നത് സിനിമ എന്ന് പറയുന്ന ആ ഒരു വ്യവസായമാണല്ലേ. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സിനിമയിൽ പോലും വിഷം കലർത്തുന്ന ചില വിഷജീവികൾ, ചില വിഷജന്തുക്കൾ ഈ സിനിമയുടെ മേഖലയിൽ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയത് നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ചിലപ്പം അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കും. കാരണം അതാരും കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം കേരളത്തെ കുറിച്ചിട്ട് ഇല്ലാത്ത പ്രൊപ്പഗണ്ട ഉണ്ടാക്കി ഇവിടുത്തെ സംഘപരിവാറും കാസയും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിന്റെ മനസ്സിലേക്ക് ഇതിറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വിവരവും വിദ്യാഭ്യാസവും തലക്ക് വെളിവുമല്ല ഹൈന്ദവ സഹോദരങ്ങൾ ആ സിനിമയെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തൂരക്കളഞ്ഞത് നമ്മൾ കണ്ടതാണ്. അലി അക്ബർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ രോമസിംഹനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇവനും പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗണ്ട സിനിമ എടുത്തു. അതായത് 1921 കാലഘട്ടത്തിലെ ചരിത്രം, വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി എന്ന് പറയുന്ന ധീര ദേശാഭിമാനി സ്വാതന്ത്ര്യ സമര പോരാളി, അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പോരാടി നേർക്ക് നേർ നിന്ന് ഫൈറ്റ് ചെയ്ത് മുട്ടുമടക്കാതെ തല കുനിക്കാതെ ആൺകുട്ടിയായിട്ട് ഈ രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിയായിട്ടുള്ള ആ മനുഷ്യന്റെ ജീവചരിത്രത്തെ സംഘികൾക്ക് വേണ്ടിയും കാസകൾക്ക് വേണ്ടിയും ഈ പരമ ഊള അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അതും ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ്ട് 10-25 ലക്ഷം രൂപയ്ക്ക് ആ സിനിമ അത് തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് അതും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം ചവിട്ടി തൂരക്കളഞ്ഞു. ആ ചെറ്റ പോയ വഴിക്ക് പുല്ല് പോലും കിളിച്ചിട്ടില്ല. അപ്പം ഇത്തരം പ്രൊപ്പഗണ്ട സിനിമകൾ ഇറക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാറികൾക്ക് ഈ ഒരു പേര് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കുരുപൊട്ടി എന്നുള്ളതാണ്. മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിലാണ് ഇനിയിപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ മമ്മൂക്കാടായിട്ട് കാത്തിരിക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ സിനിമയായിരുന്നു ബിഗ് ബി എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള ബിലാൽ. ആ ബിലാൽ ഒരു ബ്രേക്കായി നിൽക്കുന്ന സമയത്താണ് മട്ടാഞ്ചേരി മാഫിയയിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഈ ഒരു നടൻ അദ്ദേഹം ഒരു ഗ്യാങ്സ്റ്ററിന്റെ റോളിലെത്തുന്നത്. മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ബിസിനസ് മേഖലകളിൽ മുസ്ലിങ്ങൾ മുൻപന്തിയിൽ വരുമ്പോൾ, സിനിമാ മേഖലകളിൽ മുൻപന്തിയിൽ വരുമ്പോൾ, മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയപരമായി മുൻപന്തി വരുമ്പോൾ ഇവന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ചൊറിച്ചിലും ഊത്തലും കടിയും അതൊന്ന് കാണാതെ പോരുത്. ഒരു ഒന്നാം തരം ചാണകപ്പൊട്ടൻ, ഒരു സംഘി മരവാണം പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങളൊന്ന് കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ട് നിങ്ങൾ മറുപടി കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പോവാം. നമസ്കാരം. കേരളത്തിൽ സംഘികൾ ഒരു സിനിമയെ എതിർത്താൽ ആ സിനിമ വിജയിക്കും എന്നൊരു അന്ധവിശ്വാസം ഇപ്പോഴും സിനിമാക്കാരിൽ ചിലർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ അവസാനമായിട്ട് ഇറങ്ങിയ ചില സിനിമകളുടെ വിധി ശരിക്ക് പഠിച്ചിട്ടില്ല എന്നേ പറയാനുള്ളൂ. പൃഥ്വിരാജിൻ്റേതായിട്ട് അവസാനം ഇറങ്ങിയ സിനിമയുടെ പേര് പോലും എത്ര പേർക്ക് അറിയാം എന്നറിയില്ല. നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയതും പരാജയപ്പെട്ടു പോയതും അറിഞ്ഞിട്ട് കൂടിയില്ല. അതേപോലെ തന്നെ ഷെയ്ൻ നിഗത്തിൻ്റേതായിട്ട് വന്ന ഒരു സിനിമയുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. പൊട്ടിത്തകരുകയാണ് അത് ചെയ്തത്. തിയേറ്ററിൽ വലിയ നഷ്ടമായിരുന്നു ഈ രണ്ട് സിനിമകളും അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ചർച്ചകളും മറ്റും അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നത് ഒരു സൈഡിൽ മാത്രമാണ്. മറ്റൊരു സൈഡ് ഇതിനെ ഒരു തരത്തിലും മൈൻഡ് ചെയ്തതേയില്ല. അവർ അങ്ങേയറ്റം അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. യാതൊരു തരത്തിലുള്ള പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും തങ്ങളുടെ പോസ്റ്റിലൂടെയോ കമൻറ്റിലൂടെയോ ഒന്നും വരാതിരിക്കാൻ സംഘികൾ വളരെയേറെ ശ്രദ്ധിച്ചു. അതിൻ്റെ ഫലം ഒരു സൈഡിൽ നിന്ന് ഇത് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചവർ പോലും പരാജയപ്പെട്ടു. കാരണം ഇത് ഏറ്റുപിടിക്കാനോ തിരിഞ്ഞു നോക്കാനോ സംഘികൾ പോയില്ല. ഫലം ആ സിനിമ രണ്ടും പൊട്ടിത്തകരുകയുണ്ടായി. എന്നിട്ടും പാഠം പഠിക്കാത്ത ചിലർ, അതിൽ മലയാളത്തിൻ്റെ ഇമ്മണി വലിയ നടനായ മമ്മൂട്ടി പോലും ഉണ്ട്. മമ്മൂട്ടിയും ആസിഫ് അലിയും അതേപോലെ തന്നെ നസ്രീനുമൊക്കെ ഒന്നിച്ചഭിനയിക്കുന്ന ഒരു മട്ടാഞ്ചേരി ടീമിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്. അവർ ആ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് മട്ടാഞ്ചേരി മാഫിയ എന്നാണ്. ആ സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അയാൾ ഇതിനു മുമ്പ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് എന്ന് കൂടി ഓർക്കുക. ഇവിടെയാണ് മമ്മൂട്ടിയുടെ ഇരട്ടത്താപ്പ് ശ്രദ്ധിക്കേണ്ടത്. വയനാട്ടിലെ ടൗൺഷിപ്പ് കാണാൻ പോയ ഈ സർക്കാരും ജനങ്ങളും എല്ലാവരും കൂടി പണിത് കൊടുക്കുന്ന ടൗൺഷിപ്പ് കാണാൻ പോയപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അയാളുടെ പിന്നാലെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്, താനെന്തിനാണ് എൻ്റെ പിന്നാലെ എപ്പോഴും നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിവാദത്തിലായ അതേ മമ്മൂട്ടി തന്നെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംവിധായകൻ്റെ കൂടെ സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഈ പേര് ഈ സിനിമയ്ക്ക് ഇട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ
സംഘികൾ അത് വലിയ വിവാദമാക്കുകയും അത് വാർത്തയാക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. സംഘികൾ ഇത് അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ല. അദ്ദേഹം ഇട്ട പോസ്റ്റിന് താഴെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ പോസ്റ്റിനും ഉള്ള പോലെ തന്നെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ഉണ്ട്. ഈ അപൂർവമായിട്ട് മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണ് മമ്മൂട്ടി എന്ന് സ്വയം സമ്മതിച്ചു എന്ന തരത്തിലും ചില കമൻറ്റുകളുണ്ട്. ഇതിലുപരി സംഘികളിൽ അറിയപ്പെടുന്ന, അതായത് നല്ല റീച്ചും മറ്റുമൊക്കെയുള്ള ആളുകൾ ഷെയറൊക്കെ ചെയ്യുന്ന അത്തരം ആളുകളൊന്നും ഈ സിനിമയുടെ പേരിനെ പറ്റിയോ ഇങ്ങനൊരു സിനിമ വരാൻ പോകുന്നതിനെ പറ്റിയോ അറിഞ്ഞ ഭാവം തന്നെ നടിച്ചിട്ടില്ല. തങ്ങളായിട്ട് ഇത് 4 പേരെ കൂടുതൽ അറിയിക്കില്ല എന്നവർ ഉറപ്പിച്ചിരിക്കുകയാണ്. യാതൊരു വിസിബിലിറ്റിയും ഒരു സൈഡിൽ നിന്ന് കൊടുക്കില്ല എന്നവർ ഉറപ്പിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് സംഖ്യകളെ കൊണ്ട് വലിയ വാർത്തയും വിവാദവും ഒക്കെ ആക്കി ഹൈപ്പ് കൂട്ടിയിട്ട് ഇറങ്ങുന്ന ഉടൻ തന്നെ വലിയ ഹിറ്റടിക്കാം എന്ന വ്യാമോഹത്തോടെ ഒരുക്കിക്കൊണ്ടുവന്ന ഒരു സിനിമ തുടക്കത്തിൽ തന്നെ 3G ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഖ്യകൾ എതിർത്താൽ ഇവിടെ ഒരു സിനിമ വിജയിക്കും എന്നൊരു അന്ധവിശ്വാസം പൊളിയുന്നതിനൊപ്പം തന്നെ സംഖ്യകൾ പരിഗണിച്ചില്ല എങ്കിൽ, അവർ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ആ സിനിമ തിയേറ്ററിൽ തകരും എന്നതിന് ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ 2 ചിത്രങ്ങൾ ഉദാഹരണമാണ്. അത് അവർ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മെഗയുടെ അല്ല ആരുടേതാണെങ്കിലും ഇത്തരം ചില കുത്സിത ചിന്താഗതിയോടുകൂടി പേരും കഥയുമൊക്കെ ആയിട്ട് വരുന്ന ചില സിനിമകളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ് സംഘികളുടെ തീരുമാനമെന്ന് തോന്നുന്നു. അതിനാൽ മട്ടാഞ്ചേരി മാഫിയ എന്നല്ല, ഇനിയിപ്പോൾ ലവ് ജിഹാദ് എന്ന് പേരിട്ട് വന്നാലും അവർ അതിൽ കയറി തൂങ്ങാനോ ഏറ്റുപിടിക്കാനോ വരുന്നില്ല. ഫലം ഇത് ഒരു വിഭാഗം ആളുകൾ അറിയാതെ അനിവാര്യമായ പരാജയത്തിലേക്ക് ആ സിനിമ കൂപ്പുകുത്തുക തന്നെ ചെയ്യും എന്നതാണ്. അത് പൃഥ്വിരാജിൻ്റെ അവസാനത്തെ സിനിമയും ഷെയ്ൻ നിഗത്തിൻ്റെ അവസാനത്തെ സിനിമയും അതിൻ്റെ കയ്പ് നീർ കുടിച്ചതാണ്. അത് നിർമ്മിച്ച നിർമ്മാതാക്കൾ കുത്തുവാള എടുത്തു എന്നതിനപ്പുറം അതിന് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു സംഖ്യ മരവാണത്തിന്റെ രോധനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇനി എനിക്ക് ഈ സംഖ്യയോട് ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു സംഖ്യ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമ തിയേറ്ററിൽ പോയി 2.5 മണിക്കൂർ ഇരുന്ന് കാണുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? കാരണം നേരം വെളുക്കും തൊട്ട് വൈകുന്നേരം വരെ തലക്ക് വെളിവും ബോധവും ഇല്ലാതെ നടക്കുന്ന സംഖ്യകൾ എവിടെയാടാ പോയി സിനിമ കാണുന്നത്? ഇനി സംഖ്യകൾ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ആ മൂഞ്ച പടം ഏത് മറ്റിടത്തേക്കാണ് പോയത്? ഇനി പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന സിനിമ എങ്ങോട്ടാണ് പോയത്? പിന്നെ വിലായത്ത് ബുദ്ധ, ഹാൽ എന്ന് പറയുന്ന സിനിമകൾ, ഈ സിനിമകൾ നല്ലതായിരുന്നു എങ്കിൽ തിയേറ്ററിൽ ഈ സിനിമകൾ വിജയിച്ചേനെ. മാളികപ്പുറം എന്ന പറയുന്ന ഒരു സിനിമ വിജയിച്ചത് ഇവിടുത്തെ സംഖ്യ ഓളികൾ തിയേറ്ററിൽ പോയി കണ്ടതുകൊണ്ടാണോ? അല്ല. ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ആളുകൾ സിനിമ എന്ന് പറയുന്ന ആ ഒരു എൻ്റർടൈൻമെൻ്റായി കാണുന്ന ആൾക്കാരാണ് ഈ സിനിമകൾ തിയേറ്ററിൽ പോയി വിജയിപ്പിക്കുന്ന, നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്കാരാണ്. ഖാലിദ് റഹ്മാൻ, മമ്മുക്ക, ആസിഫ് അലി, നെസ്ലിൻ, ഈ 4 മുസ്ലിം പേരുകൾ കണ്ടപ്പോഴും മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കണ്ടപ്പോഴും ഊത്തൽ പിടിച്ചിട്ട് ചൊറിച്ചിൽ പിടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതും നിന്നെപ്പോലുള്ള സംഖ്യ മരവാണങ്ങൾ തന്നെയല്ലേ? നീ തന്നെയല്ലേ ഇപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഈ ചാനലിനകത്ത് വന്നതുകൊണ്ട് കുരച്ചത്? എടാ, ലക്ഷ്യേഷമെങ്കിലും തലയ്ക്കകത്ത് ബോധം വേണമെങ്കിൽ ഈ തലച്ചോറിൻ്റെ ഭാഗത്ത് തലച്ചോറ് തന്നെ ഉണ്ടാകണം. നിൻ്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകമായതുകൊണ്ട് മാത്രമാണ് നീയൊക്കെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഈ വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും ജനങ്ങളോട് വിളിച്ചു പറയുന്നത്. നിൻ്റെയൊക്കെ നിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യർക്ക് അറിയാം. അതവർ കൃത്യമായിട്ട് അതവർ വിലയിരുത്തുന്നുണ്ട്, അവർ കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കണ്ടിട്ട് ഊത്തൽ പിടിച്ചെങ്കിൽ ആ സിനിമ ഇറങ്ങുമ്പോൾ ഇനി എന്തായിരിക്കും ഈ മരവാണങ്ങളുടെ കരച്ചിലെന്നോർത്ത് ഞാൻ ഇപ്പോഴേ ചിരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ അയയ്ക്കുക. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും